അമേ നാരായണ. ലളിതാ സഹസ്രനാമ പഠനം ദേവിയുടെ അനുഗ്രഹത്താൽ ഇന്ന് 5-ാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. രത്നകിങ്കിണിക രമ്യ രശന ധാമഭൂഷിത. ദേവിയുടെ അരഞ്ഞാണത്തെയാണ് വർണ്ണിക്കുന്നത്. ദേവി തൻ്റെ വസ്ത്രത്തിന് മുകളിൽ രത്നങ്ങളിങ്ങനെ തൂക്കിയിട്ടിട്ടുള്ള രശന അരഞ്ഞാണം ധരിച്ചിട്ടുണ്ട് അത്ര. അതിങ്ങനെ ദേവി നടക്കുന്ന സമയത്ത് കിണിം കിണിം അങ്ങനെ കിലുങ്ങി ശബ്ദം പൊഴിക്കുന്നു. രത്നങ്ങൾ കൊണ്ട് ഭംഗിയാക്കിയിട്ടുള്ള അലങ്കാരമണികൾ തോരണമായി തൂങ്ങിക്കിടക്കുന്ന ആ അരഞ്ഞാണം ദേവി അനങ്ങുമ്പോഴും നടക്കുമ്പോഴൊക്കെ അങ്ങനെ കിലുങ്ങി സുന്ദരമായ ശ്രവണമധുരമായ ശബ്ദം പുറപ്പെടുവിക്കുന്നു. കാമേശ ജ്ഞാത സൗഭാഗ്യ മാർദ്ധവോരു ദ്വയാന്വിത. ഊരുദ്വയം ദേവിയുടെ തുടകളെ പറ്റിയാണ് വർണ്ണന. കാമേശൻ സാക്ഷാൽ പരമശിവൻ, പരമാത്മാവ്, അദ്ദേഹം മാത്രം അറിഞ്ഞിട്ടുള്ള ദേവിയുടെ ഊരുദ്വയങ്ങളുടെ, ദേവിയുടെ തുടകളുടെ മാർദ്ധവം. മാണിക്യ മകുടാകാര ജാനുദ്വയ വിരാജിത. ദേവിയുടെ തുടകൾ എങ്ങനെയാണെന്ന് പറഞ്ഞു. ഇനി ദേവിയുടെ കാൽമുട്ടുകൾ അവ ഇപ്രകാരമുള്ളതാണ്. നോക്കൂ. മാണിക്യ മകുടാകാര. മാണിക്യം എന്ന രത്നം അത് ഒരു മകുടം പോലെ അങ്ങനെ ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ മാണിക്യം കൊണ്ടുള്ള മകുടങ്ങൾ പോലെയാണ് ദേവിയുടെ കാൽമുട്ടുകൾ. ഇന്ദ്രഗോപ പരിക്ഷിപ്ത സ്മരതൂണാഭ ജംഘിക. ജംഘിക എന്നാൽ കാൽവണ്ണകൾ. ഈ വണ്ണക്കുടം എന്ന് പറയും അല്ലേ. ദേവിയുടെ വണ്ണക്കുടം എപ്രകാരമുള്ളതാണ്? അത് സ്മരതൂണാഭ. സ്മരൻ കാമദേവൻ. കാമദേവൻ്റെ ആവനാഴി കണക്കെ, ആവനാഴിയുടെ ആ ഷെയ്പ്പാണ് ദേവിയുടെ കാൽവണ്ണകൾക്ക്. അതിൽ നിൽക്കുന്നില്ല. ഈ കാൽവണ്ണകളിൽ ഇന്ദ്രഗോപൻ എന്നാൽ മിന്നാമിനുങ്ങ്. മിന്നാമിനുങ്ങ് കൂട്ടമായി പൊതിഞ്ഞിരിക്കുന്നത് പോലെ ശോഭയുള്ളതാണ് ദേവിയുടെ കാൽവണ്ണകൾ. ആ കാൽവണ്ണകളുടെ ഷെയ്പ്പ് എങ്ങനെയുള്ളതാണ്? അത് ആവനാഴി, വെറും ആവനാഴിയല്ല, കാമദേവൻ്റെ ആവനാഴി കണക്കിയിരിക്കുന്ന കാൽവണ്ണകൾ. അതിൻ്റെ ശോഭ, അതിൻ്റെ പ്രകാശം എത്രത്തോളം ഉണ്ട്? അത് മിന്നാമിനുങ്ങുകളുടെ ഒരു കൂട്ടം പൊതിഞ്ഞിരിക്കുന്നതിന് തുല്യമാണ്. ഗൂഢ ഗുൽഭ എന്നാൽ ഗുൽഭ എന്നാൽ നെരിയാണി. ദേവി ഇങ്ങനെ വസ്ത്രം ധരിച്ച് തൻ്റെ നെരിയാണിയോളം വസ്ത്രം ധരിച്ചിട്ടുള്ളതിനാൽ വളരെ ഗൂഢമായി, അതങ്ങനെ അധികം ആർക്കും പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാത്ത രീതിയിൽ ഒളിച്ചിരിക്കുകയാണ് ദേവിയുടെ നെരിയാണി. കൂർമ്മപൃഷ്ട ജയിഷ്ണു പ്രഭദാന്വിത. ദേവിയുടെ കാലിൻ്റെ പ്രത്യേകതയാണ് പറയുന്നത്. സദാനന്ദൻ്റെ സമയം എന്ന് പറയുന്ന ചിത്രത്തിലാണെന്ന് തോന്നുന്നു. നായികയുടെ കാല് കാണുമ്പോൾ നായകൻ പറയുന്നുണ്ട്, ആഹാ ലക്ഷണമൊത്ത പാദം. അപ്പോൾ ദേവിയുടെ കാൽപാദം അങ്ങനെ ലക്ഷണമൊത്ത പാദമാണ്. അതിൻ്റെ മുകൾ ഭാഗം ആമയുടെ പൃഷ്ഠം പോലെ, കൂർമ്മപൃഷ്ഠം പോലെ ഉയർന്നു നിൽക്കുന്ന പാദങ്ങളോട് കൂടിയവൾ. നഖ ദീധിതി സംജന്ന നമജന തമോ ഗുണ. ഇനി ദേവിയുടെ കാൽനഖങ്ങളെ പറ്റിയാണ് പറയുന്നത്. നമ്മുടെ കാൽനഖങ്ങളെയൊക്കെ ഒന്ന് ഓർക്കുക. ദേവിയുടെ കാൽനഖങ്ങൾ എങ്ങനെയുള്ളതാണ്? അതിൽ നിന്ന് വരുന്ന ശോഭ, അതിൽ നിന്ന് പുറപ്പെടുന്ന കിരണങ്ങളുടെ ശോഭ
ദേവിയെ നമസ്കരിക്കുന്നവരുടെ ഉള്ളിലെ തമോ ഗുണത്തെ നീക്കാൻ തക്ക ശക്തിയുള്ളതാണ്. അത്രത്തോളം കാന്തിക ശക്തിയാണ് ദേവിയുടെ നഖങ്ങളിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ. പദദ്വയ പ്രഭാജാല പരാകൃത സമൂരുഹ. ഇനി ദേവിയുടെ പാദങ്ങളുടെ കാലുകളുടെ ശോഭ, അതിൻ്റെ തിളക്കം സരൂരുഹ താമരകളെ തോൽപ്പിക്കുന്ന വിധത്തിലുള്ള ശോഭയും മൃദുത്വവുമാണ് ദേവിയുടെ കാലുകൾക്കുള്ളത്. ശിഞ്ചാന മണിമഞ്ജീര മണ്ഡിത ശ്രീപദാംബുജ. വീണ്ടും ദേവിയുടെ പദാംബുജങ്ങളെ പറ്റിയാണ് വർണ്ണന. അവ ഇപ്രകാരം അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. ശിഞ്ചാന കിലുങ്ങുന്ന മണിമഞ്ജീരങ്ങൾ, രത്നച്ചിലമ്പുകളാൽ അലങ്കൃതമാണ് ദേവിയുടെ പദാംബുജങ്ങൾ. ആ പദാംബുജങ്ങളുടെ ആ പദാംബുജങ്ങളുടെ ഐശ്വര്യം എത്രത്തോളമാണ് എന്ന് സങ്കല്പിക്കൂ. മരാളി മന്ദഗമന മഹാലാവണ്യ ശേവതിഹി. മരാളി മന്ദഗമന, നമ്മൾ സാധാരണയായിട്ട് സ്ത്രീ സൗന്ദര്യത്തെ വർണ്ണിക്കുമ്പോൾ പറയുന്നൊരു കാര്യമാണ്. അരയന്നപ്പിട പോലെ കുണുങ്ങിയുള്ള നടത്തം. അപ്പോൾ ഇവിടെ ദേവി മരാളി, അരയന്നത്തെ പോലെ മന്ദഗമനയാണ്, പതുക്കെ പതുക്കെ ചലിക്കുന്നവളാണ്. ഷീ ഈസ് ഗ്രേസ്ഫുൾ ഇൻ ഹർ മൂവ്മെൻറ്റ്സ് അല്ലേ. ഇനി തിരക്ക് പിടിച്ച് ആകെ ഹറിബറിയായിട്ട് നടക്കുകയല്ല ദേവി. വളരെ മന്ദമായി ജീവിതത്തെ ആസ്വദിച്ച് ഏറ്റവും ഗ്രേസ്ഫുള്ളായിട്ട് നടക്കുന്ന ആളാണ് ദേവി. മഹാലാവണ്യ ശേവതിഹി. ഒന്ന് ഓർത്തു നോക്കൂ, നമ്മൾ തലയിൽ ധരിക്കുന്ന ഒരു ആഭരണം തൊട്ട് കാലിൻ്റെ നഖത്തെ വരെ വർണ്ണിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത്രയും വർണ്ണിച്ചതിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത്? മഹാലാവണ്യത്തിൻ്റെ, സൗന്ദര്യത്തിൻ്റെ അവസാന വാക്കാണ് ദേവി. മഹാലാവണ്യത്തിൻ്റെ ശേവധിയാണ്. ശേവധി എന്നാൽ ട്രഷറി, ഖജനാവ്. ഓക്കെ, ഖജനാവാണ് ദേവി. സർവാരുണ അനവധ്യാംഗി സർവാഭരണ ഭൂഷിത. സർവാരുണ, ഓക്കെ, ദേവിയുടെ നിറം അരുണവർണ്ണമാണ്. ദേവിയുടെ വസ്ത്രത്തിനും അരുണവർണ്ണമാണ്. സോ സർവാരുണ അനവധ്യാംഗി, എല്ലാ അംഗങ്ങളും, ദേവിയുടെ ഓരോ അവയവവും നമുക്ക് വണങ്ങാൻ തക്ക ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാൾ. ഇനി സർവാഭരണ ഭൂഷിത, തല തൊട്ട് കാൽ തുമ്പ് വരെ ആഭരണങ്ങളാൽ അലങ്കരിക്കപ്പെട്ടവൾ, സർവാഭരണ വിഭൂഷിത കൂടിയാണ് ദേവി. ശിവ കാമേശ്വര അംഗസ്ഥ ശിവ സ്വാധീന വല്ലഭ. ഇനി ദേവിയുടെ സ്ഥാനം എവിടെയാണ്? അംഗസ്ഥ, ശിവൻ്റെ മടിത്തട്ടിലിരിക്കുന്നവൾ. അതായത് അർദ്ധനാരീശ്വര സങ്കല്പം പോലെ എല്ലായ്പ്പോഴും ശിവനോട് ചേർന്നിരിക്കുന്നവൾ, പരമാത്മാവിൻ്റെ ഭാഗമായിട്ടുള്ള പരാശക്തി. ആ ദേവിയുടെ സ്വാധീന ശക്തിയിലാണ് ശിവനുള്ളത്. അപ്പോൾ എല്ലാ ഭാര്യമാരുടെയും ആഗ്രഹമാണ് എല്ലാ തരത്തിലും ഭർത്താവിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക, സ്വാധീനിക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ വല്ലഭനായ ശിവൻ ആ പരമാത്മാവിനെ പരിപൂർണമായി സ്വാധീനിക്കാൻ തക്ക ശേഷിയുള്ള, ശക്തിയുള്ള പരാശക്തി.